ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ആലുവയിലെത്തി അച്ചായനെ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് നേരെ അച്ചായൻ്റെ വീട്ടിലേക്ക് പോവാണ്. അച്ചായനെ കാണാം, അതുപോലെ തന്നെ അച്ചായൻ്റെ ഫാമിലിനെ കാണാം. എന്നിട്ട് ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഹായ് 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 ചെയ്യുമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. പുതിയൊരു വീഡിയോ നമ്മൾ ഇന്നലെ ആലുവയിൽ വന്ന് റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ എന്തിനാണ് ആലുവയിൽ വന്നതെന്നും എന്താണ് ഇവിടുത്തെ പരിപാടി എന്നും എല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. അപ്പോൾ ഞാനിനി ഇവിടുന്ന് വല്ല ഊബർ ടാക്സി, ഓട്ടോ ടാക്സി എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകാമെന്നാണ് കരുതുന്നത്. എനിക്ക് കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരറിയില്ല എന്നുള്ളതാണ് വിഷയം. ലൊക്കേഷൻ വിട്ടേക്കല്ലേ. അപ്പോൾ അതിൽ നോക്കുമ്പോഴേക്ക് കാണിക്കുന്ന സ്ഥലം അതിൻ്റെ തൊട്ടടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലമൊന്നും കാണിക്കണല്ലോ. അപ്പം അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഏതായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നലെ നമ്മൾ ട്രെയിനിലൊക്കെ ചാടി കുത്തി കയറി വന്നിട്ട് നല്ല ക്ഷീണമായിരുന്നു. ഒരുപാട് നേരം ഉറങ്ങി. ഇന്നലെ എന്താ പറയുക, ഭക്ഷണം കഴിക്കലും കിടത്തവും ഫോണുമ്പോൾ കുറച്ച് നേരം കളിച്ചപ്പോൾ തന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അത്രയും നല്ല ക്ഷീണം. കാരണം നമുക്ക് ഇരിക്കാൻ സീറ്റൊന്നും കിട്ടാതെ വന്നാലേ കുറച്ചേരം കൂടി ഇരിക്കട്ടെ, ഇനി സീറ്റ് കിട്ടിയില്ലല്ലോ. അപ്പം ഇന്ന് തന്നെ നമുക്ക് നാട്ടിലേക്കും തിരിക്കണം. ഇവിടുന്ന് നമ്മൾ നേരെ അച്ചായൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അച്ചായനെ കാണുന്നു. അച്ചായനെ ഞാൻ കണ്ടിട്ട് 2 വർഷമായിട്ടോ, 2 വർഷത്തിലേറെയായി. ഞാൻ ആ ഒരു വട്ടം മാത്രമേ അച്ചായനെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, സന്തോഷമുണ്ട്. എന്താ പറയുക, നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് വന്ന തന്നെ അച്ചായനായതുകൊണ്ടാണ്. അച്ചായൻ നമ്മളോട് അങ്ങനെയാണ്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്നാൽ പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ്. എന്താ പറയുക, ഇനി നേരെ ഇറങ്ങുക, ചായ കുടിക്കുക. ചായ കുടിച്ചിട്ട് പയ്യെ പോയാൽ മതി. 9:10 നമുക്കൊരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്താൻ കണ്ട് പോയാൽ മതി. അതുപോലെ തന്നെ ഇവിടുന്ന് റിട്ടേൺ നാട്ടിലേക്കുള്ള ട്രെയിൻ എപ്പോഴാണെന്ന് നോക്കി വെക്കുകയും വേണം. നവീന് പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആലുവയിലുണ്ട്, ആലുവയിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ്. ഏത് ഭാഗത്തേക്ക് പോകണം? ആദ്യം കിട്ടേണ്ട ചായയാണ്. ചായ എന്തെങ്കിലും കഴിക്കണം. മെയിൻ റോഡിൽ ഇറങ്ങണം. ആ ഭാഗത്തേക്ക് പോകണേ റെയിൽവേ സ്റ്റേഷനാട്ടോ. റെയിൽവേ സ്റ്റേഷൻ സൈഡ് പിടിക്കാം. നമുക്ക് കുറെ ലോട്ടറി കട ഉണ്ട് കേട്ടോ ആലുവയില്. ഞാൻ KSRTC സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് കണ്ടതാണ്, പോകാനായില്ല. നമുക്ക് പോകേണ്ടത് അങ്കമാലി ബസ്സിലാണ്. അത്താണിയിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്, എയർപോർട്ട് ജംഗ്ഷൻ. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ എന്താ പറയാ, അവിടെ നിന്ന് പിന്നെ നല്ല ഊബർ ടാക്സി ഒക്കെ എടുത്ത് പോകേണ്ടി വരും. ഞാൻ ഇപ്പോഴും ചായ കുടിച്ചില്ല. ഇതാണ് ഇവിടുത്തെ KSRTC സ്റ്റാൻഡ് അല്ലേ. സ്റ്റാൻഡ് കാണാൻ വേണ്ടി വന്നതാ. ടൈമുണ്ട്, എനിക്ക് ഒരുപാട് സമയമുണ്ട്. ടൈമിന് യാതൊരു കുറവില്ല. എല്ലാവരും ട്രെയിൻ ഇറങ്ങുന്നു, നേരെ KSRTC എടുക്കുന്നു, പോകുന്നു. എന്താ ബഹളമാണ്, ആകെ ബഹളമാണ് അവിടെ. ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പം മുട്ടക്കറിയൊക്കെ ഉണ്ട് പറയുന്നത്. വെയിറ്റിംഗ് ആണ്. സാധനം വരട്ടെ. അപ്പം മുട്ടക്കറി അടിച്ചു നോക്കാം. ആലുവക്കാരുടെ അപ്പം മുട്ടക്കറി ഇതും കൂട്ടി കഴിക്കട്ടെ കേട്ടാ. ഒരു ചായ വേണം. ഭയ്യ ഒരു ചായ. ഒന്നല്ലെങ്കിൽ ചാലക്കുടി അല്ലെങ്കിൽ അങ്കമാലി. ആ വണ്ടിയിലേക്ക് കയറണ്ടേ നമ്മള്. അങ്കമാലി വണ്ടിയിൽ കയറി, ചാലക്കുടി വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ചാലക്കുടി വണ്ടിയിൽ KSRTC പിടിച്ച് പോകാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് അത്താണി വരെ KSRTC. അത്താണിന്ന് പിന്നെ നമ്മൾ എന്താ പറയാ, വല്ല ഊബർ ടാക്സിയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും ഓട്ടോ ടാക്സി എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമ്മൾ എത്ര സേവ് ചെയ്യാൻ പറ്റും അത്ര സേവ് ചെയ്ത് പഠിക്കട. ചില കുറച്ച് പരിപാടി വലിയൊരു കേട്ടോ. അപ്പോൾ ആലുവ KSRTC സ്റ്റാൻഡാണത്. ഇതിനകത്ത് കൂടെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഒരു കാര്യം, നമ്മളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുമല്ലോ. വണ്ടിയിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുണ്ട്. അതുപോലെ ഇത്തരത്തിൽ യാത്ര ചെയ്യുമ്പോൾ കുറേ അറിവുകൾ വേണം. അതിപ്പോഴാണ് കിട്ടി. ഏതായാലും ചായയൊക്കെ കുടിച്ച് വന്നിങ്ങനെ ബസ്സിൽ കയറി ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് വല്ലാതെ ആളുള്ള കേട്ടോ. ഇത് പ്രിയദർശിനി നിയമ ടിക്കറ്റ് യാത്രാ പാസ് ഇല്ലാത്ത സ്ത്രീകൾ. ഇത് പ്രിയദർശിനി ആട്ടാ, പ്രിയദർശിനിയാണ്. ഫുള്ളാകെ എന്താ അറിയില്ല. അതായത് നമ്മളോട് കയറിയിരുന്നു. പിന്നെ അപ്പുറത്ത് കിടക്കുന്ന ആ ഒരു സൂപ്പർ ഫാസ്റ്റും തന്നെ അതും പ്രിയദർശിനിയാണ്. അത് അങ്കമാലിയാണ്. ഇത് ചാലക്കുടിയാണ്. വ്യത്യാസം. ഇത് അത്താണി പോകുന്നതാണ് ഞാൻ പിന്നെ കണ്ടക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പോട്ടെ. KSRTC സ്റ്റാൻഡ് കൊള്ളാട്ടോ. നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ തന്നെ ഈ വണ്ടി കണ്ടേ, അത് നേരെ ഇതൊക്കെ ചാടി പിടിച്ച് കയറിയത്. കൊള്ളാതെ. അതും ആലുവ വണ്ടിയാണ്. നമ്മൾ അങ്ങനെ ആലുവയിൽ നിന്നും യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനി അത്താണിയിൽ വെച്ച് കാണാം. അത്താണി അങ്ങനെ കറങ്ങി പോകുന്ന സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഇവിടെ ഗ്യാരേജ് ഒക്കെ ഉണ്ടല്ലേ. അങ്ങനെയെങ്കിൽ അത്താണിക്കുള്ളത് ചാർജ് വരുന്ന 18 രൂപ.
യാത്ര അങ്ങനെ ആലുവയിൽ നിന്ന് പോവുകയാണ്. ആലുവയിലൊക്കെ കടകളൊക്കെ ഓപ്പൺ ആയി വരുന്നുള്ളൂ. ടൈം എടുക്കും. ഇപ്പൊ സമയം 10 മണിയായില്ല, എന്നിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആവാൻ പറ്റും. അത്താണി എത്തിയിട്ടുണ്ട്, അത്താണി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മള്. നമുക്ക് ഇനി നെക്സ്റ്റ് പരിപാടി നമ്മൾ വന്ന് ഇറങ്ങിയ വണ്ടിയാണിത്. ഈ വണ്ടി പോട്ടെ, നമുക്ക് ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യാം. എങ്ങനെ നമുക്കൊരു ഓട്ടോ ചേർന്ന കിട്ടിയാണ്. ഊബറിൽ നോക്കുമ്പോഴേക്ക് നമുക്ക് എന്താ പറയാ, റേറ്റ് ഒക്കെ ഏതാണ്ട് സെയിം തന്നെ വരുന്നു ഓട്ടോയ്ക്ക്. പിന്നെ കാറിനുണ്ട് 99 രൂപയുള്ളൂ, ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ പിന്നെ വണ്ടി കയറിക്കണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു 6 കിലോമീറ്റർ കൂടി പോകണം. അവിടെ നിന്ന് റിട്ടേൺ ഇതേപോലൊക്കെ തന്നെ പോകാറുണ്ട്. അങ്ങനെയെങ്കിലും വണ്ടി ഇറങ്ങിയിട്ടുണ്ട്, ഓട്ടോറിക്ഷ. സ്ഥലമൊക്കെ നല്ല അടിപൊളി സ്ഥലം കേട്ടാ, നല്ല പച്ചപ്പ് കാര്യമൊക്കെ. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി നടക്കാൻ തോന്നുന്നു. 150 രൂപ ഓട്ടോറിക്ഷയ്ക്ക്. ഇനി ഇവിടുന്ന് പോകുമ്പോൾ ഊബർ ഇട്ട് നോക്കണം, ഊബർ എടുത്ത് പോകും. ആലുവയ്ക്കല്ല, നമുക്ക് അത്താണി വരെ ഊബർ എടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ KSRTCക്ക് ആലുവയിൽ പോയിട്ട് നമുക്ക് ട്രെയിനിന് പോകണം. റിട്ടേൺ ട്രെയിന് എനിക്ക് ഇവിടുന്ന് ഒരു 6:15 മെമ്മോ കാണിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ അറിയില്ല, നോക്കണം നമുക്ക്. അവിടെ എവിടെയോ ആണ് നമ്മളുടെ വീട്. അടിപൊളി ഏരിയ അല്ലേ. ഏതായാലും അച്ചായൻ്റെ അടുത്തേക്ക് എത്താനായി. എനിക്ക് വേണമെങ്കിൽ അവിടെ പോയി ഓട്ടോ ഇറങ്ങാറുണ്ട്, പക്ഷെ ഞാൻ ഇറങ്ങാറുന്നതാണ്. ഞാൻ ഇവിടുന്ന് നടന്ന് പോയി അങ്ങനെ ചെയ്യാന്ന് കരുതി. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട് കേട്ടാ, അച്ചായൻ്റെ വീടാണ് മക്കളെ. ഞാൻ വീടിനകത്തേക്ക് കയറട്ടെ. ഇവിടെ നമ്മുടെ അച്ചായൻ്റെ ഫ്രണ്ട് രാജേട്ടൻ വിളിക്കണം. രാജേട്ടാ, ഞാൻ ഗേറ്റിന് ഫ്രണ്ട്, വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഓക്കെ. അലക്സ് അച്ചായൻ മീന. ഓക്കെ. ഓ, അപ്പം ഇതാണ് അച്ചായൻ്റെ വീട് കേട്ടാ. നല്ല കാട്ടിന് അടിപൊളിയല്ലേ, കൊള്ളാം. അച്ചായൻ്റെ വീട് ഇനി കണ്ടില്ല എന്നാരും പറയരുത്. അച്ചായൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ എൻട്രി ആവുന്നത്. വീടിനകത്തേക്ക് കയറുന്നില്ല. ഞാൻ അവിടെ ഒരു എന്താ പറയുക, സോഫയിലൊക്കെ പോയാണ്ടിരിക്കട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് വീട് മൊത്തത്തിലൊന്ന് കാണും. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ആകെ ഞാൻ പറഞ്ഞില്ലേ 5-6 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ എയർപോർട്ടിലേക്ക് കേട്ടോ. ഞാൻ ഷൂ ഒക്കെ കൂടെ കഴിച്ച് വെച്ചിട്ട് നൈസായിട്ടൊന്ന് കയറി നോക്കാം. വലത് കാലം വെച്ച് കയറാറുണ്ട് ശരിയായിട്ട്. അച്ചായനൊക്കെ റെഡി ആവാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആദ്യം നമുക്ക് അച്ചായൻ്റെ വീടൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടാലോ. എല്ലാ ഭാഗത്തും കൂടി പോകാൻ വേണ്ടി പറ്റില്ല, കുറച്ച് ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടുവരാം.
ഈ സ്റ്റെപ്പ് കയറി വരുന്നതാണ് നമ്മളുടെ അച്ചായനെ ഞാൻ കണ്ട് സംസാരിച്ചു, ഒന്ന് കെട്ടിപ്പിടിച്ചു, എന്താ പറയുക, ഒരുപാട് നേരം സംസാരിച്ചു. പക്ഷേങ്കിൽ അച്ചായൻ ഇന്ന് വരുന്ന ഗസ്റ്റുകളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. അച്ചായൻ തിരക്കിലാണ്, അപ്പോൾ അത് നമ്മൾ മാനിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചായനെ വീഡിയോയിൽ സംസാരിപ്പിച്ചിട്ടൊന്നുമില്ല. അച്ചായനെ വല്ല നൈസായിട്ട് ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അച്ചായൻ തിരക്കിലാണ്, അതുകൊണ്ടാണ്. പിടിക്കാം നമുക്ക്. KM ഷാജി മിനിസ്റ്ററുടെ വണ്ടിയാണ് ആ വന്ന് നിൽക്കുന്നത്. അച്ചായൻ്റെ സുഹൃത്താണ്, അദ്ദേഹമാണ് ഇറങ്ങുന്നത്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ന്യൂസിലും അതുപോലെ തന്നെ തീപ്പൊരി പ്രസംഗത്തിലൊക്കെ കണ്ടിക്കണമെന്നല്ലാതെ, റീൽസിലൊക്കെ ധാരാളമായിട്ട് കണ്ടിക്കണമെന്നല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അച്ചായനും അച്ചായൻ്റെ മകനുമാണത്. അവർ ഷാജിഖാനെ എന്താ പറയുക വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. മോനാണ് കേട്ടോ അത്. മോനൊക്കെ നന്നായിട്ട് പരിചയമുണ്ട്. അവർ അടുത്ത സുഹൃത്തുക്കളാണ്, വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവർ രണ്ടുപേരും. എന്താ പറയുക, അച്ചായൻ്റെ ലുക്ക് ഉണ്ടെങ്കിൽ ചായ മുടിയൊക്കെ വളർത്തിയിട്ട് വല്ലാത്ത ജാതിയാണ്. അതുപോലെ തന്നെ ഇതാരാ നിൽക്കണുണ്ടെങ്കിൽ ട്രാവലേറ്റ് സുജിത് ഭക്താൻ. അദ്ദേഹം അച്ചായൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിങ്ങൾ അച്ചായനെ കണ്ടിട്ടുണ്ടാവും. മയാമിയിൽ പോയപ്പോൾ അച്ചായൻ്റെ വീട്ടിലാണ് സുഹിത്തേട്ടൻ നിന്നിരുന്നത്. സുഹിത്തേട്ടൻ്റെ വീഡിയോയിലൊക്കെ അച്ചായനെ കണ്ടവരുണ്ടെന്നാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തണം. അവർ ഈ പറഞ്ഞതുപോലെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവരും തന്നെ രണ്ടാളും യാത്രികരാണ്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഉദാശയ്ക്കായിട്ട് ക്ഷണിക്കപ്പെട്ട എല്ലാവരും ഭവനത്തുള്ളിലേക്ക് പ്രവേശിക്കാനായി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഉദാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ഞങ്ങൾ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിനയ ഡോക്ടർ യുഹാനോമാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. ഈ മക്കൾ വാങ്ങി ഈ ഭവനം ഒരു കെട്ടിടത്തെ ഏകദൈവ ഭവനമായി ഉദാശയിലൂടെ രൂപാന്തരപ്പെടുത്തുന്നു. ഈ ഭവനത്തിന്റെ വലിയ സന്തോഷത്തിൽ ക്ഷണിക്കപ്പെട്ട എല്ലാവരും അച്ചായൻ ചേച്ചിനോട് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ വിഷ്ണുവാണത്, അതായത് അച്ചായൻ്റെ വൈഫിനോട്. ചേച്ചി ഇപ്പോഴാണ് എന്നെ കാണുന്നത്. നമ്മൾ അച്ചായൻ്റെ പയ്യനാണ്. ഇവനെ ശരിക്കും കാണിക്കാട്ടോ, ടൈമായില്ല അല്ലേ. യാത്ര ടുഡേ ദിൽഷാദ്, അഷ്റഫ് എക്സൽ, അതുപോലെ തന്നെ ബാക്ക് പാക്കർ സുധി എന്നിവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും.
ഭക്ഷണം കൊടുക്കൽ തുടങ്ങി. അപ്പോൾ ഞാൻ നൈസായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു സലാഡൊക്കെ കയ്യിൽ പിടിച്ചൊക്കെ നിൽക്കുകയാണ്. നല്ല മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, ഞാൻ അതാണ് കഴിച്ചത്. അതുപോലെ തന്നെ ചിക്കനും അങ്ങനെ ബീഫും എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്നാക്സ് പരിപാടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പതിയെ താഴത്തെ പോയി ഒതുങ്ങി ഒന്നിരുന്നു. അച്ചായൻ്റെ മകളാണത്. ഹായ് പൊന്നു. ആ പൊന്നു. മകനെയും കണ്ടില്ലേ, മകളെയും കണ്ടു മകനെയും കണ്ടു. ഒരു ഭക്ഷണം കഴിക്കാം. ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് ഇവിടെ. ദിൽഷാക്ക് ഞാൻ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ എനിക്ക് ആ നേരത്ത് വന്നൊരു മടി, ആ ഒരു മടി കാരണം ഓരോന്ന് ഉൾപ്പെടുത്തേണ്ട ഒരു വീഡിയോ മര്യാദയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാന്നാണെങ്കിൽ ഓരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു. 5:15 6:15 എൻ്റെ ട്രെയിൻ. അച്ചായനാണെങ്കിൽ വിടുന്നുമില്ല. ഒരു ചായ കുടിക്കും. ചേച്ചിയും അച്ചായനൊക്കെ വന്ന അതിഥികളെ സൽക്കരിക്കുന്നതിൽ വളരെയധികം തിരക്കിലായതുകൊണ്ട് തന്നെ ചേച്ചിയൊന്നും ശരിക്കും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. അച്ചായൻ്റെ വൈഫാണ് മീന ചേച്ചി. എന്നാൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങുകയാണ്, യാത്ര പറയുകയാണ് എല്ലാവരോടും. നമുക്ക് പോള വണ്ടിയാട്ടാ. ഇനി ബെൻസിൽ കയറിയില്ല എന്ന് പറയണ്ട, നമ്മളെ കൊണ്ടുവിടാനായിട്ട്, അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടാനായിട്ട് അച്ചാന് റിഹാനെ അതുപോലെ തന്നെ റിഹാനി വണ്ടിയും വിട്ടു തന്നേക്കുവാണ്. റിഹാനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താണ്. റിഹാന് ഞാനും സംസാരിച്ചുകൊണ്ട് നിൽക്കണം, ഞാൻ അത് ഓൺ വോയിസ് ചെയ്തതാണ്, പക്ഷേ എങ്കിൽ വണ്ടിയിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതും തന്നെ റെക്കോർഡ് ചെയ്യേണ്ടി വന്നത്. ഏതായാലും ഞാനിവിടെ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷൻ പിടിക്കുവാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 6:15 മുമ്പ് എത്തണം, എന്നാലേ ട്രെയിന് കിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബെൻസിനകത്ത് കയറി യാത്ര ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ്. ഇതുവരെ ഒരു ബെൻസിനകത്തേക്ക് കയറാനുള്ള ഒരു അവസരം പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു അവസരം പോലും കിട്ടിയത് ഇപ്പോൾ ഈ ഒരു എന്താ പറയുക ഫംഗ്ഷനിലേക്ക് വന്നതുകൊണ്ടാണ്, അച്ചായൻ ഉണ്ടായത് കൊണ്ടാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനിയൊരു അവസരം കിട്ടണമെന്ന് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. റിഹാന വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോൾ നമ്മൾക്കും തന്നെ ഒന്ന് ഓടിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്താ പറയുക, നമ്മൾക്കിപ്പോൾ ഓടിക്കാൻ പറ്റിയ സമയമല്ല. അപ്പൊ ഓക്കെ എന്നാ പിന്നെ ഞാൻ വിട്ട്. ഞാൻ ശ്രദ്ധിക്കണല്ല. എന്നാ പിന്നെ കാണാം. നീ വണ്ടി വരുമ്പോ വിളി. അങ്ങനെയെങ്കിൽ അവൻ എന്നെ ഇറക്കിയിട്ട് ഞാനിനി നേരെ സ്റ്റേഷൻ പിടിക്കാനുള്ള പരിപാടി ആട്ടാ. ഇതാണ് നമ്മൾ വന്ന വണ്ടി കണ്ടിട്ടില്ലേ കണ്ടോളി. നമ്മൾ തന്നെ പയ്യെ അപ്പുറം പിടിക്കണം. സ്റ്റേഷനാണത്. നമ്മുടെ ട്രെയിന് വലിയ ടൈമില്ല, 6 മണിയായിട്ടുണ്ട്. കറക്റ്റ് 6 മണിയാണ്. ഓക്കെ, വണ്ടികളുണ്ടോ നോക്കുക. ഒറ്റ പോക്ക്. അച്ഛനെ നമുക്ക് വേണ്ടിയിട്ട് ബെൻസൊക്കെ കിട്ടുന്നത് എന്താ പറയാ, അച്ഛനെ ശരിക്കും കാണിക്കാൻ വേണ്ടി പറ്റാഞ്ഞത് വേറെ ഒന്നല്ല. നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ അച്ഛന് തിരക്കല്ലേ. ഞാൻ അതാണ്, അച്ഛൻ നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം വരും, നാട്ടിലേക്ക് വരും, അന്ന് ഞാൻ ശരിക്കും കാണിക്കാവേ. അന്ന് നമുക്ക് അച്ഛനെ കൊണ്ട് തന്നെ വ്ളോഗ് കഴിപ്പിക്കാം, അടിപൊളിയാവും. അപ്പൊ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളുടെ വാനമ്പലത്തെ മെമ്മോ, അതായത് ഞങ്ങളുടെ നിലമ്പൂർ റോട്ടിൽ മെമ്മോ തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ പോയില്ല. അപ്പൊ മെമ്മോക്കാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. സമയം 6:6 ആണ്. എന്തായാലും ഇവിടെ ഒന്ന് അന്വേഷിക്കട്ടെ ഏത് പ്ലാറ്റ്ഫോം ആണെന്നുള്ളത്. എടാ നിലമ്പൂർ മെമ്മോ ഏതാ പ്ലാറ്റ്ഫോം? നിലമ്പൂർ 3 വരും. 3 പ്ലാറ്റ്ഫോം നമ്പർ 3 പിടിക്കാം. പ്ലാറ്റ്ഫോം നമ്പർ 3. പ്ലാറ്റ്ഫോം നമ്പർ 3 ഏതാ? 3 അപ്പുറത്താണോ? ഇനിയിപ്പോ അപ്പുറത്തേക്ക് കയറണമെങ്കിൽ അതിലെ മറിഞ്ഞു കയറേണ്ടി. ഏതായാലും കൊള്ളാം. ഇന്നലത്തെ അത്ര തിരക്കൊന്നും കാണാനല്ല കേട്ടോ റെയിൽവേ സ്റ്റേഷന്. ഇന്നലെ ആലുവ നമ്മൾ രാത്രി വന്ന് ഇറങ്ങുന്നുണ്ട്. രാത്രി വന്നിറങ്ങിയപ്പോൾ വൻ ജനമായിരുന്നു. നമ്മുടെ വണ്ടിയിൽ നിന്നായിരുന്നു കൂടുതൽ ആളുകൾ ഇറങ്ങിയിരുന്നു. നമ്മൾ അപ്പുറത്ത് 6 സൈഡിലാണ് കേട്ടോ. അവിടെ ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ പിന്നെ ഇനി നമ്മുടെ അറിയുന്ന ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ കിട്ടി തുടങ്ങും. 10-15 മിനിറ്റും കൂടി ഉള്ളൂ. അത് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുകൊണ്ടോട് കൊടുക്കും. മിസ്സാവാനേ പാടില്ല. നമ്മളെ ട്രെയിന് കളമശ്ശേരി എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ആലുവയില കേട്ടോ. നമുക്ക് ആലിനെത്തും പറയണ്ട്. ആലുവായ്. ഞാൻ വെറുതെ ഇങ്ങനെ പ്ലാറ്റ്ഫോം മുഴുവനാക്കി നടക്കാം. ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട്. ഇത് പക്ഷേങ്കിൽ തിരുവനന്തപുരം സൈഡാണ് പിടിച്ചിട്ടുള്ളത്. അങ്ങോട്ടാ പോകണം. നമ്മുടെ സൈഡ് പറഞ്ഞാൽ ഇങ്ങോട്ടാ. പാലരുവി എക്സ്പ്രസ് ആണ് പോലെ. പാലരുവി എക്സ്പ്രസ്. ഇത് ഷൊർണൂർക്ക് കണ്ടിട്ടുള്ള. ഷൊർണൂർക്ക് 8:30 എത്തുന്ന കാണിക്കണം. ഷൊർണൂർ 8:30. വാണിയമ്പലം എത്തണമെങ്കിൽ
10 മണിയൊക്കെ ആവട്ടാ. അതൊന്നാണ് എൻ്റെ ഒരു ഇത്. നമ്മളെ വണ്ടി വന്നടേ. ഇതിനാണെങ്കിൽ സൗണ്ടും കുറവേന്നുള്ളൂ. എവിടെയെങ്കിലും കയറാല്ലേ. ദിസ് ഈസ് മൈ ഗാഡി. ഞാനാണെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും ബാക്കിൽ പോയി നിന്നിട്ടേ വണ്ടി എടുക്കുക. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങിയതുകൊണ്ട് ട്രെയിനകത്തിട്ട് ഫ്രീ ആയി. ഒല്ലൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ. ഇതാണെങ്കിൽ എന്താ പറയാ, ഉള്ളേരി കൂടെ പോണ ബസ് പോണ മാതിരിയാ. എല്ലാ സ്റ്റോപ്പിലും നിർത്തിയിട്ടാണ് പോണേ. ഇത് ടൈം കുറെ എടുക്കട്ടോ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് ഡയറക്റ്റ് നിലമ്പൂരിക്കാണോ എന്നുള്ളത്. അപ്പോൾ ഷൊർണൂരിൽ നിന്ന് അങ്ങനെ മാറി കയറേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതിപ്പോൾ ഇല്ലാതായി. ഇതിൽ കുറേ ആൾക്കാർ നിലമ്പൂർ ഭാഗത്തേക്കാണ്. ഏട്ടാ, നമ്മളുടെ ട്രെയിൻ അങ്ങനെ തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ ഇവിടെ തന്നെ അത്യാവശ്യം ആളുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടിയൊക്കെ സീറ്റ് കാലിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ പോയി ഇരിക്കാതെ നിൽക്കണം. കുറച്ചു നേരം കാറ്റോളം എഴുതി പോയി ഇരുന്ന് ഞാൻ കുറച്ചു നേരം. അപ്പം എന്താ വെച്ചാലേ കാറ്റിട്ടണല്ലോ. ഞാൻ ഒന്ന് പുറത്തിറങ്ങിയതാണ്. നമ്മളുടെ വണ്ടി അങ്ങനെ ഷൊർണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല പുതിയ കോച്ചുകളാണ് തോണ്ടിക്ക്. ഇത് കണ്ടിട്ട് നല്ല വൃത്തിയുള്ള കോച്ചാണ്. അതിനകം നല്ല വൃത്തിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മെമ്മാണ്. നമ്മൾ ഇവിടുന്ന് എഴുതുന്നു എന്നാണ് ഇറങ്ങിയത്. പോകാനായിട്ടുണ്ട്. ഇത് നേരെ നിലമ്പൂരിലേക്കാണ് കേട്ടോ. പക്ഷെ നമ്മൾക്കിത് എന്താ വേരിസ് മൈ ട്രെയിനിൽ നോക്കുമ്പോഴേക്ക് എറണാകുളത്ത് എടുത്ത ആലുവയിൽ ഷൊർണൂർ അവസാനിക്കും എൻ്റെ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വേറെ വണ്ടിയാണ് കാണിക്കുന്നത്. പക്ഷെ ഇത് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ട്രെയിന് കൊണ്ടുവന്നാണ്ടേ ഒരു കാട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. വാണിയമ്പലം എത്താനായി. എന്താ പറ്റിയാറില്ല. എനിക്ക് രാജാറാണി ഉണ്ടാവും വരാൻ. ഇപ്പോൾ ക്രോസിങ് ടൈം വൈകാരം. അപ്പം അങ്ങനെയെങ്കിൽ ആ സ്റ്റേഷനിൽ കയറിയിട്ടാവാം ഇത് വിടുന്നത്. അതിന് വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. സ്റ്റേഷൻ കാണണമെന്നില്ല. ഇഞ്ചൻ വരെ ഓഫ് ചെയ്തിട്ട് കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ആയിരുന്നു കാരണം കേട്ടാ. കാരണം അവിടെ രാജാറാണി വന്ന് കിടക്കുന്നുണ്ട്. രാജാറാണി ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ കിടന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി വേണമെങ്കിൽ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, നേരെ ആ വണ്ടിയിൽ കയറുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാട്ടാ. മെമ്മോക്കാണോ മുൻഗണന? അപ്പം ഇനി മെമ്മോ പോയിട്ടാണ് ഈ വണ്ടി പോവാ. രാജാറാണി അവിടെ റെഡി ബൂമ്പ. നമ്മൾ വാണിയമ്പലത്തിൽ നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാട്ടാ. ഞങ്ങളുടെ സ്റ്റേഷൻ വാണിയമ്പലം പ്ലാറ്റ്ഫോമൊക്കെ നീളം കൂട്ടിയിട്ട് അതിഗംഭീരമാക്കിയിട്ടുണ്ട്. ഇങ്ങൊന്ന് നിന്നിക്കണെങ്കിൽ നിന്നോ. നിന്നടാ. വാണിയമ്പലം അകയ. ഞാൻ അഖിലിനെ വിളിച്ചിട്ടുണ്ട്. അഖിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഖിൽ വരും. ഞാൻ എന്താ പറയാ അഖിലിൻ്റെ ഒപ്പം അങ്ങനെ പോകും. ടൗണിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് വാങ്ങിക്കണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ. എന്തായാലും പുറത്തേക്ക് ഇറങ്ങട്ടെ. വാണിയമ്പലത്താട്ടോ ഒരുപാട് ആൾക്കാർ, യാത്രക്കാർ പോലെ ഉണ്ട്. രാജാറാണിക്കും കയറിയിട്ടുണ്ടാവില്ല കുറേ ആളുകൾ. അതുപോലെ അങ്ങനെ നിലമ്പൂരിൽ പോയിട്ടാ നമ്മളങ്ങനെ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ട്രെയിനാ പോകുന്നത്. അഖിലുണ്ട് അവിടെ വെയിറ്റ് ചെയ്യണം പാവം. ഈ നേരത്തേക്ക് വീട്ടിൽ കയറണം. ഞാനിവിടെ ഓട്ടോ ടാക്സി ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവനെ വിളിച്ച് വെക്കിയത് കയറണമെന്നല്ല. ചിലപ്പോൾ ഇവന്മാർക്ക് എൻ്റെ പരിപാടി തന്നെയാണ്. ചിലപ്പോൾ ഇവിടുന്ന് ഞാനൊരു ഓട്ടോ ഡ്രൈവർ തന്നെ പറഞ്ഞിട്ടല്ല. ചിലപ്പോൾ ഇവിടുന്ന് ഇവർക്ക് വണ്ടൂർ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ട്രിപ്പല്ലേ, പോവാൻ ചെറിയൊരു പ്രയാസം. അഖിൽ എവിടെ നിൽക്കണാവേ. അഖിൽ ഇതായി ഇവിടെ ഇരിക്കുന്നു. വാ വെറുതെ എന്നെ സ്വീപ്പാക്കില്ലേ. ഇവിടെ വണ്ടി ഉണ്ടാക്കി അറിയാം. പക്ഷെ എന്നാലും ഇവനൊക്കെ വണ്ടി പെർമിറ്റല്ലേ ഇവിടെ വന്നു. വണ്ടി ഇയാളെ എപ്പോഴും മാറ്റിക്കണോ? മാറ്റിയിട്ടുണ്ടാവുന്ന എന്തൊക്കെ വർത്താനം സുഖല്ലേ? ഞാൻ പറഞ്ഞ പോലെ ആലുവയിൽ ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ അവിടെ പോകുമ്പോഴും മഴല്ല, അവിടെ നിന്ന് പോരുമ്പോഴും മഴല്ല. ഇവിടെ പിന്നെയും പെയ്തണോന്ന്. നമ്മൾ ഓട്ടോ സ്റ്റാൻഡാണ്. വണ്ടൂർ ടൗണിൽ എത്തിക്കണം. ഞാൻ എന്തെങ്കിലും കഴിക്കണം. അപ്പൊ നമ്മളെ അസിന്റെ കട ഉണ്ട്, 24 ആണ്. അപ്പൊ അസിന്റെ കടയ്ക്ക് പോവാന്ന് കരുതിയിട്ട് ഇങ്ങനെ അതിലെവിടെ നിർത്തി കേട്ടോ. ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ. ഇതിലെ പോയാൽ ഉള്ളിലെ കഞ്ഞിയോ ഉള്ളിലെ തട്ടുകടയോ എന്തോ ആണ് അവിടെ എത്തിക്കോ.
ഇതുണ്ടോ അത് കഴിക്കണ്ട. അസീസിന്റെ തട്ടുകടയിലേക്ക് എത്തിയിട്ടുണ്ട്. ബീഫ് നെയ്ച്ചോറ് കേട്ടോ. ചോറിനെന്നായില്ല, ചോറ് പറഞ്ഞാല് നെയ്ച്ചോറിനായില്ല. അത് ചിലപ്പോ എന്താ പറയാ ഇടങ്ങറയല്ല. കൊള്ളാം. ഉറങ്ങി തോന്നുന്നു. കുറച്ച് റംബൂട്ടാൻ വാങ്ങിയേക്കാം. എന്നോട് എന്തെങ്കിലുമൊക്കെ ടോയൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഈ നേരം ആയതുകൊണ്ടൊന്നും കിട്ടൂലല്ലോ. ചിന്നു ഓക്കെ. അമ്മ ഓ ഇപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നിട്ടാ. യാത്ര കഴിഞ്ഞ് വന്നു. എന്തൊക്കെയാലും ഒന്ന് കുടിക്കാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ ഇപ്പം എന്താ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ അച്ചായനൊക്കെ ആ തിരക്കിലാണ്. അപ്പം അച്ചായൻ ഒരു ദിവസം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കപ്പോൾ അച്ചായൻ്റെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുക്കാം. ഇന്ന് ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വ്ളോഗും ചെയ്ത് നടക്കുക പറഞ്ഞാൽ ശരിയല്ലല്ലോ. എന്നാലും അച്ചായനോട് പറഞ്ഞു ക്യാമറ ഓണാക്കടാ, ക്യാമറ ഓണാക്കി. എന്നോട് വീഡിയോ എടുക്കാനാണ് പറയണേ. അതുപോലെ തന്നെ യാത്രാറ്റുടെ ദിൽഷാക്ക, അഷ്റഫ് എക്സിൽ, ബാക്ക് പാക്കർ സുധി ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കണമെന്ന് അവർ പോയതിന് ശേഷമാണ് മൈൻഡിലേക്ക് വന്നത്. പെട്ടെന്നാണ് അവരുടെ അടുത്തേക്ക് വിളിച്ചത്. അവരടുത്തേക്ക് ചെന്ന് അവരോട് സംസാരിച്ച് അവരൊന്ന് പരിചയപ്പെട്ടപ്പോൾ അപ്പം തന്നെ അവിടെ നല്ല ആളുകൾ, ഏതാണ്ട് ഒരു 5-8 ആളുകളുണ്ട്. എല്ലാവരും ആ വീഡിയോ എടുത്തോ എനിക്ക് അതിൻ്റെ ധൈര്യം പെട്ടെന്നൊരു ചോർന്നു പോയി. എന്താ അറിയില്ല, കാരണം നമ്മളെക്കാട്ടിലും വലിയ പുലികളുള്ള അപ്പുറത്തുള്ളതെന്നുള്ളൊരു ചിന്തയായിരുന്നു. അവരുടെ കാര്യമല്ല, പിന്നെ അവസരങ്ങളുണ്ടാവും. പക്ഷെ ഇന്ന് നല്ല അവസരമായിരുന്നു. അപ്പോട്ടെ ഒരപ്പം കഞ്ഞും കിട്ടും നമുക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10:25. അച്ചായനൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഉഷാറായിട്ട് അച്ചായനെ കൊണ്ട് തന്നെ വ്ളോഗ് ഏൽപ്പിക്കാൻ വേണമെങ്കിൽ അച്ചായൻ അടിപൊളിയായിട്ട് വ്ളോഗൊക്കെ ചെയ്യട്ടാ. എന്നാൽ ഓക്കെ, ഈ വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നാളെ.